തുദിരിക്കൽ ഖമർ. എങ്ങനെയാണ് ശംസും ഖമറും ഒത്തുകൂടുന്നത്? അത് നടക്കില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതിരിക്കട്ടെ, ശംസുൽ ഉലമ എന്ന മഹാനവറുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മനുഷ്യന്റെ പ്രതാപത്തിനും ഒരു മനുഷ്യന്റെ പ്രൗഢിക്കും ഒരു മനുഷ്യന്റെ ഇസ്സത്തിനും സമൂഹം കണക്കാക്കുന്ന ലെവലിലല്ലല്ലോ മഹാനരായ ഓർ അറിയപ്പെട്ടത്. മഹാനരായ ഓർ സഞ്ചരിച്ച വലിയ വാഹനം അത് പറ്റില്ലെന്നല്ല, വാഹനത്തിന്റെ വണ്ണ വലിപ്പം കൊണ്ടല്ല ഓർ അളക്കപ്പെട്ടത്. ഇന്നലെ ആരോന്ന് പറഞ്ഞു ഒരു കാർ കയറിയിട്ടുണ്ടോ എന്നെ സംശയമാണ്. ജീപ്പിലായിരുന്നു ഓരുടെ യാത്രകളൊക്കെ. അതൊന്നും വേണ്ട, ഒന്നും നല്ല പറയുന്നത്. അതേപോലെ തന്നെ കാണാൻ വലിയ തലയെക്കെട്ട് വലിയ കെട്ട് തന്നെയാണെങ്കിലും അതിനൊപ്പുറം വലിയ ഒരു ഷാള്, അതല്ലെങ്കിൽ മറ്റേതോ നിറത്തിലുള്ള ഒരു ഷാള് ഇതോറ് ധരിച്ചതിൻ്റെ പേരിലല്ല. ഏതെങ്കിലും സദസ്സിൽ വന്നുകൊണ്ട് ദീർഘനേരം ദുആ ചെയ്യുന്ന, അല്ലെങ്കിൽ കഴിച്ചാപ്പെട്ടാത്ത ദുആ, നമ്മൾ സാധാരണ പറയുന്ന വൈലാറുവായി ആബായിനാവും മഹാത്തിനായി നാട്ടിലുണ്ടോ എന്ന സംശയം. ആ ദുആ മാത്രം ദുആയിരുന്ന മഹാനോ. പക്ഷേ ജനഹൃദയങ്ങളിൽ ആ ജനഹൃദയം എന്ന് പറഞ്ഞാൽ കേവലം ഇല്ല മനുഷ്യരല്ല, മഹാനവർ ബഹറുമാണ്. എല്ലാ ഫന്നുകളിലും മഹാനവറുകൾക്ക് വിവരമുണ്ട്. ഇപ്പോഴത്തൊരു പ്രസംഗം കേട്ടത് കഴിഞ്ഞുപോയ മഹത്തുക്കളിൽ ഒരാളെ ബഹർ എന്ന് വിവരിക്കുന്ന കൂട്ടത്തിൽ ആ മഹാൻ തന്നെ പറയുന്നു, ബഹർ എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. ബഹർ എന്ന് പറഞ്ഞാൽ ബഹറിലുണ്ട് എന്നല്ലേ ഉള്ളൂ. സാധാരണക്കാർക്ക് അപ്രാപ്യമാണല്ലോ ബഹർ. ബഹറുല്ലമായതിൻ്റെ പുറമെ ആ മഹാനര ബർ എന്നും കൂടെ പറയണം. എങ്കിലേ നാടന്മാർക്കും സാധാരണക്കാർക്കും അവരിൽ വെച്ച് പിടിച്ചെടുക്കാൻ കഴിയും. ബഹറിൽ മുങ്ങാൻ, ബഹറിൽ ഉള്ളിടാൻ, ബഹറിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ സാധാരണക്കാരായ മനുഷ്യർക്ക് കഴിയാത്തത് കൊണ്ട് അവരുടെ ഇടയിലും കൂടെ ജീവിച്ച മൂപ്പറെ ബർറ് എന്നും കൂടെ വിളിക്കണമെന്നൊരു പ്രസംഗം കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി പറയണ്ടല്ല, ഓരോരാളെ വർണ്ണിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും ദിശാബോധം നൽകുന്ന വിധം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വലിയ ഗുണമാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളോടും, മനുഷ്യരായാലും ജിന്നുകളായാലും അറബികളായാലും അനറബികളായാലും എല്ലാവരോടും ഒരേ നിലക്ക് സംസാരിക്കാൻ, അവരുടെ ആ ഒരു പദവിയിലേക്ക് ഉയരാനും താഴാനും കഴിയുന്ന വിധം. ഉയരാൻ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മലായിക്കത്തിന്റെ ലോകത്തേക്കും അല്ലാഹു